ജീവിതത്തിൽ ഒരു തെറ്റു ചെയ്താൽ കുറ്റബോധം വേട്ടയാടാത്തവരായി ആരെങ്കിലും ഉണ്ടോ? വ്യക്തിപരമായി തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഏതൊരു മനുഷ്യനും ഒരു തിരിച്ചറിവുണ്ടാകും. എൻ്റെ കർമ്മഫലമാണോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? ഇതുപോലെ ദുരന്തങ്ങൾ അടിക്കടിയായി ഉണ്ടാകുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണിത്. എന്താണ് എൻ്റെ വേദന മാറാത്തത്? എൻ്റെ കണ്ണീരിന് എന്തുകൊണ്ടാണ് അറുതിയില്ലാത്തത്? ദൈവം പോലും എന്നെ കൈവിട്ടോ? മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ ജീവിതത്തിൽ അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അയാളും ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ 39 വർഷം പിന്നോട്ട് നടന്നു. 14-ാം വയസ്സിലുണ്ടായ കയ്യബദ്ധം, ഒരു യുവാവിൻ്റെ കൊലപാതകം, 4 പതിറ്റാണ്ടോളം ആരും അറിയാതെ മനസ്സിലൊളിപ്പിച്ച ആ രഹസ്യം അയാൾ തുറന്നു പറയുകയാണ്. കോഴിക്കോട് കൂടരഞ്ഞിപ്പുഴയിൽ മരിച്ചത് ആരാണെന്നറിയണം. പോലീസിന് തെളിവുകൾ കണ്ടെത്തണം. ആ കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ആയിരത്തി 1986 കോഴിക്കോട് കൂടരഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഞാൻ കൊന്നതാണ്. മലപ്പുറം വേങ്ങര സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി നടത്തിയ കുറ്റസമ്മതം പോലീസിനെ പോലും അമ്പരപ്പിച്ചു. 14-ാം വയസ്സിൽ നടത്തിയ കൊലപാതകത്തിൻ്റെ പാപക്കറ മനസ്സിലിട്ട് നടന്ന മുഹമ്മദ് അലി എന്തിനായിരിക്കും ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്? മൂത്ത മകൻ്റെ മരണം, പിന്നീട് 2ാമത്തെ മകൻ്റെ അപകടം, അങ്ങനെ ജീവിതത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥയായപ്പോൾ അയാളെ കുറ്റബോധം വേട്ടയാടി കാണണം. എന്നാൽ 39 വർഷം മുൻപ് നടന്ന കൊലപാതകം തെളിയിക്കാൻ പോലീസിന് കഴിയുമോ? മരിച്ചത് ആരാണെന്ന് ആദ്യം അന്വേഷിക്കണം. തെളിവുകൾ കണ്ടെത്തണം. പോലീസിന് മുന്നിൽ കുറേ കടമ്പകളുണ്ട്. ജൂൺ 5-നായിരുന്നു പോലീസുകാരെ പോലും ഞെട്ടിച്ച ആ കുറ്റസമ്മതം. വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിയ ആ 54-കാരന് പറയാനുണ്ടായിരുന്നത് 39 വർഷം മനസ്സിൽ സൂക്ഷിച്ച രഹസ്യം. ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്നതിന്റെ കുറ്റബോധം കാലങ്ങളോളം അയാളുടെ ഉറക്കം കെടുത്തിയിരുന്നു. ജീവിതത്തിൽ കനത്ത തിരിച്ചടികളുണ്ടായി. അതിനെല്ലാം ഒടുവിലായിരുന്നു നിയമത്തിന് മുമ്പിൽ കുറ്റസമ്മതം നടത്താനുള്ള ആ നിർണായക തീരുമാനം. 1986 കൂടരഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഞാൻ കൊന്നതാണ്. മുഹമ്മദ് അലി എന്ന ആ മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞതിങ്ങനെ. നവംബർ അവസാനമായിരുന്നു സംഭവം. കൂടരഞ്ഞിയിലെ ദേവസ്യ എന്നയാളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ 14 വയസ്സു മാത്രമുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ അടുത്തുള്ള തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തിയെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി. സ്ഥലത്തുനിന്ന് ഓടിപ്പോയ മുഹമ്മദ് അലി 2 ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ മുങ്ങിയയാൾ മരിച്ച വിവരം അറിയുന്നത്. 1986 ഡിസംബർ 5-ന് പത്രത്തിൽ വന്ന വാർത്ത മാത്രമാണ് സംഭവത്തിൽ ഇതുവരെ പോലീസിന് ലഭിച്ച തെളിവ്. എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് മുഹമ്മദ് അലിക്ക് ജീവിതത്തിൽ കനത്ത ചില തിരിച്ചടികൾ ഉണ്ടായത്. മൂത്ത മകന്റെ മരണം, പിന്നീട് 2ാമത്തെ മകന്റെ അപകടം. ഇതോടെ പഴയ സംഭവം പോലീസിനോട് വെളിപ്പെടുത്താൻ മുഹമ്മദ് അലി തീരുമാനിക്കുകയായിരുന്നു. പോലീസിനൊപ്പം കൂടരഞ്ഞിയിലെത്തി കൊല നടന്ന സ്ഥലവും ഇദ്ദേഹം കാണിച്ചു കൊടുത്തു. അന്ന് തോട്ടിൽ മൃതദേഹം കണ്ടത് നാട്ടുകാരിൽ ചിലരൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു കൈത്തോട്, അത് വരമ്പുണ്ട്, ഞങ്ങൾക്ക് നടന്നു പോരാം. സ്കൂൾ കുട്ടികൾ ഇവിടുന്ന് സ്കൂൾ വിട്ട് അവിടെ വഴിയില്ലായിരുന്നു. വളരെ മരണഭാഗത്ത് സ്കൂൾ കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരൊക്കെ കൊണ്ടുവന്ന് എനിക്കൊരു 8, 9, 6, 7 വയസ്സ് 8ഒക്കെ ഉള്ളൂ. അത് നടന്നു വരുന്ന വഴിയാണത്. എനിക്കൊരു 26, 27 വയസ്സൊക്കെ ഉള്ളപ്പോൾ നടന്ന സംഭവം ഇതാ. അതൊരു വലിയ ഓർമ്മയൊന്നും കിട്ടത്തില്ല. അത്രയേ ഉള്ളൂ. അവിടെ ഒരു ഓടി ഇങ്ങനെ കമന്ന് കിടക്കുന്ന രൂപത്തിൽ ഞാൻ കണ്ടിരുന്നത്. ഞാൻ തന്നെ പോണം മണം കാരണം ഞാൻ നല്ല പോയി മണം പറ്റുമ്പോൾ ഒരു ആശുപത്രി കെട്ടുണ്ടായിരുന്നു ഇവിടെ. ഈ വീട് അന്ന് അവിടെ ഇല്ല. പിന്നെ ഇവിടെ ഒന്നും വീടുകളില്ല. ഇവിടെ ഭാഗത്ത് വീടായിട്ടൊന്നും പറയാനൊരു വീടില്ല. അപ്പുറം മലപ്രാണക്കാട്ട് തൊട്ടപ്പുറത്ത് കുറെ മുമ്പ് ഒരു വീടുണ്ട് അവിടെ ആ റോഡ് സൈഡിൽ തന്നെ, മില്ലിന്റെ തൊട്ടപ്പുറത്ത് ആ ഒരു വീടേ ഉള്ളൂ. അപസ്മാരമുണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണമാകുമെന്നായിരുന്നു അന്ന് നാട്ടുകാരുടെയും പോലീസിന്റെയും നിഗമനം. മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കളാരും എത്തിയിരുന്നില്ല.
തുടർന്ന് അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ച് കേസിലെ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തു. മുഹമ്മദ് അലിയുടെ കുറ്റസമ്മതത്തോടെ ഉറക്കം നഷ്ടമായത് തിരുവമ്പാടി പോലീസിനാണ്. മരിച്ചത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. CI കെ പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. മരിച്ചത് കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണെന്നും പാലക്കാട് സ്വദേശിയാണെന്നുമൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് 18 മുക്കം. തൊടുപുഴയ്ക്ക് സമീപം പുറപ്പുഴ സ്വദേശിനിയായ ജോർലി എന്ന യുവതി വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവ് ടോണി അവരെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു. അമ്മയെ അപ്പൻ തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് സ്കൂളിൽ പഠിക്കുന്ന മകൻ പലപ്പോഴും വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജോർലിയുടെ മാതാപിതാക്കൾ അറിഞ്ഞത് മകളുടെ മരണവാർത്തയാണ്. വിഷം കഴിച്ച് യുവതി ജീവനൊടുക്കിയെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ ജോർലി വിഷം കഴിച്ചതല്ല, വിഷം ഒഴിച്ചു കൊടുത്തതാണ്. ഭർത്താവ് ടോണിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. സംഭവത്തിൽ കൊലക്കുറ്റം ചുമത്തിയ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 26-നാണ് ജോർലിയെ വിഷം ഉള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിൽ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബലം പ്രയോഗിച്ച് കവിളിൽ കുത്തിപ്പിടിച്ച് ഭർത്താവ് ടോണി മാത്യു വിഷം വായിൽ ഒഴിക്കുകയായിരുന്നുവെന്ന് ജോർലി ആശുപത്രിയിൽ വെച്ച് മജിസ്ട്രേറ്റിനും പോലീസിനും മൊഴി നൽകിയിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന ജോർലി വ്യാഴാഴ്ച വൈകിട്ടാണ് മരിച്ചത്. ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായ മാനസിക ശാരീരിക പീഡനങ്ങളെ തുടർന്നാണ് മകൾ വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്നാരോപിച്ച് പിതാവ് ജോൺ കരിങ്കുന്നം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജോർലി കടുത്ത പീഡനമേറ്റിരുന്നെന്ന് വ്യക്തമായി. കസ്റ്റഡിയിലെടുത്ത ടോണിയെ പുറപ്പുഴയിലെ വീട്ടിലും ഇയാൾ വിഷം വാങ്ങിയ വ്യാപാര സ്ഥാപനത്തിലും എത്തിച്ച് പോലീസ് തെളിവെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 20 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 2 ലക്ഷം രൂപയും നൽകിയാണ് മകളെ ടോണിക്ക് വിവാഹം ചെയ്ത് നൽകിയതെന്ന് പിതാവ് പറയുന്നു. പിന്നീട് ഭർത്തൃ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി 4 ലക്ഷം രൂപയും പലപ്പോഴായി വാങ്ങി. വീട്ടുകാരുടെ പ്രേരണയാൽ ടോണി മകളെ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നും നൽകിയ പണവും സ്വർണവും നശിപ്പിക്കുകയും ചെയ്തുവെന്നും പരാതിയിലുണ്ട്. ഇതിനിടെ വീട്ടിൽ വഴക്ക് പതിവായതിനെ തുടർന്ന് ടോണിയും ജോർലിയും ഇവരുടെ 14 വയസ്സുള്ള കുട്ടിയും വാടക വീട്ടിലേക്ക് മാറി. ഇവിടെ വെച്ചും മകളെയും പേരക്കുട്ടിയെയും ഉപദ്രവിച്ചിരുന്നതായും ജോണിന്റെ പരാതിയിൽ പറയുന്നു. ഈ വീട്ടിൽ വെച്ച് ജോർലിക്ക് ഭർത്താവ് വിഷം നൽകിയെന്നാണ് പോലീസ് കേസ്. ന്യൂസ് 18 ഇടുക്കി. പ്രിയപ്പെട്ടവരുടെ അകാലത്തിലുള്ള വിയോഗം ചിലരെ വിഷാദ രോഗികളാക്കാറുണ്ട്. ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു പോകും. അങ്ങനെയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് ഏറെ സങ്കടകരമായൊരു വാർത്ത കേട്ടു. ഒറ്റപ്പാലം മരിശ്ശേരിയിൽ 4ാം ക്ലാസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ അച്ഛൻ. വരിക്കാശ്ശേരി മനയ്ക്ക് സമീപത്ത് താമസിക്കുന്ന കിരൺ, മകൻ കിഷൻ എന്നിവരാണ് മരിച്ചത്. ഭാര്യ 2 മാസം മുൻപ് മരിച്ചതിൻ്റെ മനോവിഷമത്തിൽ കുട്ടിയെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് നിഗമനം. വരിക്കാശ്ശേരി മനയ്ക്ക് സമീപം കണ്ണമ്മാൾ നിലയം വീട്ടിൽ കിരൺ, മകൻ കിഷൻ എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കിരൺ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്. ഇയാളുടെ ഭാര്യ 2 മാസം മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. മകൻ കിഷൻ അതിനുശേഷം അമ്മയുടെ സഹോദരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. വിദേശത്തു നിന്ന് വന്നതിന് പിന്നാലെ കിരൺ കുട്ടിയെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി. വൈകിട്ട് വരെ കുട്ടിയെ കാണാതായപ്പോൾ ബന്ധുക്കൾ തിരഞ്ഞ് വീട്ടിലെത്തി. അപ്പോഴാണ് സംഭവം കണ്ടത്. ഞാൻ ക്ഷേത്രത്തിലായിരുന്നു, അവിടേക്കാണ് ഫോൺ വന്നത്. ഓടി ഒന്ന് നോക്കുമ്പോൾ രണ്ടാൾ തൂങ്ങി ഒരു വീട്ടിൽ തന്നെ, വീടിന് മുകളിൽ. ഭാര്യ കഴിഞ്ഞ 1 മാസം വരെ മരിച്ചു. ഭാര്യ അതേ തൂങ്ങി വരേണ്ടത്.
40-കാരനായ കിരൺ കുട്ടിയെ കൊന്ന ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. രണ്ടുപേരെയും നാട്ടുകാർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാകും പോസ്റ്റ്മോർട്ടം ചെയ്യുക. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. സംശയരോഗികളായ ചില പുരുഷന്മാരുണ്ട്. ഭാര്യയ്ക്കല്പം സൗന്ദര്യം കൂടിയാലോ അവർ പൊതുസമൂഹത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ടാലോ അങ്ങനെയുള്ളവർ അസ്വസ്ഥരാകും. കാസർഗോഡ് നീലേശ്വരത്ത് ഇങ്ങനെ വർഷങ്ങളായി ഭർത്താവിൻ്റെ ക്രൂരതകൾ ഏറ്റുവാങ്ങുന്ന ഒരു യുവതിയുണ്ട്. അയാളുടെ മർദ്ദനം സഹിച്ച് മടുത്ത് ഒരിക്കൽ ആ യുവതി പോലീസിൽ പരാതിപ്പെട്ടതാണ്. അതോടെ ജീവിക്കാൻ ഭാര്യയ്ക്ക് അയാൾ ചിലവിന് പോലും പണം കൊടുക്കാത്ത അവസ്ഥയായി. അതോടെയാണ് ആ യുവതി യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്നാൽ നീലേശ്വരം സ്വദേശി രഘു അവിടെയും ഭാര്യയെ വെറുതെ വിട്ടില്ല. ഭാര്യയുടെ യൂട്യൂബ് ചാനലിന് താഴെ അശ്ലീല കമൻ്റ് ഇടുന്നത് പതിവായി. ഇത് യുവതി ചോദ്യം ചെയ്തതോടെ ക്രൂരമർദ്ദനവും. സംഭവത്തിൽ ഭർത്താവിനെതിരെ നീലേശ്വരം പോലീസ് കേസെടുത്തു. അല്ല, നിന്റെ ഒന്നിന് നമ്മ വരുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനു നമ്മളെ ഉപദ്രവിക്കുന്ന ലൈവിലായാലും വന്നിട്ട് സമൂഹമാധ്യമങ്ങളിൽ ഒട്ടേറെ ആരാധകരുള്ള ഫുഡ് ബ്ലോഗറായ യുവതിയാണ് പരാതിക്കാരി. യൂട്യൂബിൽ ഇവർക്ക് 51,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇതിലെ വരുമാനം കൊണ്ടാണ് മകനടങ്ങുന്ന കുടുംബം പോറ്റുന്നത്. 2023 ഭർത്താവ് രഘുവിനെതിരെ വീട്ടമ്മ ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നു. ആ കേസിൽ പോലീസ് ഇയാൾക്ക് താക്കീത് നൽകിയതാണ്. ഒരേ വീട്ടിൽ തന്നെയാണ് യുവതിയും ഭർത്താവും താമസിക്കുന്നത്. എന്നാൽ പല ദിവസങ്ങളിലും ഇയാൾ ഭാര്യയെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന സമയത്താണ് യുവതിക്ക് നേരെ ആക്രമണമുണ്ടായത്. ഭാര്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അല്ല, നിന്റെ ഒന്നിന് നമ്മ വരുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനു നമ്മളെ ഉപദ്രവിക്കുന്ന ലൈവിലായാലും വന്നിട്ട് തന്റെ യൂട്യൂബ് ചാനലിന് അശ്ലീല കമന്റ് ഇട്ടത് ചോദ്യം ചെയ്തതിനാണ് ഭർത്താവ് മർദ്ദിച്ചതെന്ന് യുവതി പറയുന്നു. യൂട്യൂബിൽ ഇയാൾ പതിവായി മോശം കമന്റ് ഇടാറുണ്ടെന്നും പരാതിയിലുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ചാണ് യുവതിക്ക് മർദ്ദനമേൽക്കുന്നത്. അത് സാർ എന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡ് എപ്പോഴും പിന്നെ ലൈവിലും മറ്റും വന്നിട്ട് അനാവശ്യമായിട്ട് നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത വാക്ക് വന്നിട്ട് നമ്മൾ പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു സാർ. ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, ഒരുപാട് അടിക്കും പിടിക്കുകയൊക്കെ ചെയ്തു. ഇയാള് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പരാതി കൊടുത്തതാ സാർ. അതെന്താ നിങ്ങളുമായിട്ട് പ്രശ്നം ഉള്ളതാണോ ഇതിനു മുൻപ്? ഞാൻ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. 2023 മുതൽ ഞാൻ ഇയാൾക്ക് ഗാർഹിക പീഡനത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കോടതി കേസ് നടക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പൊ ഒരു പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിന് കാരണം എന്തായിരുന്നു? കാരണങ്ങളൊന്നുമില്ല. ലൈവില് ഞാൻ അപ്പുറത്തോട്ട് എന്റെ വീടിന്റെ നമ്മ ഒരു റൂമിൽ അപ്പുറം ഇയാൾ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ട്. ഇപ്പുറത്തെ റൂമിൽ ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ലൈവിൽ വന്നിട്ട് ഈ അനാവശ്യ കമന്റ് ഇട്ടത്. അപ്പൊ അവിടെ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറയുമ്പോൾ എന്നെ വന്നിട്ട് അടിക്കുകയായിരുന്നു ചെയ്തത് സാർ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ. ഓക്കെ. ഇത് ഗാർഹിക പീഡന കേസ് ഇപ്പൊ പോലീസ് താക്കീത് നൽകിയിട്ടുണ്ടോ ഇയാൾക്ക്? ഉണ്ട്. നേരത്തെ ഉള്ളതാണ്? നേരത്തെ ഉള്ളതാണ്. പ്രൊട്ടക്ഷൻ ഓർഡർ ഒക്കെ ഉണ്ട്. അതൊന്നും ഇയാള് നിലവെക്കുന്നില്ല. തൈക്കടപ്പുറം സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് ഭർത്താവ് രഘുവിനെതിരെ നീലേശ്വരം പോലീസ് കേസെടുത്തത്. ഭാര്യയെ തടഞ്ഞു നിർത്തി മുടിക്ക് കുത്തിപ്പിടിച്ച് കൈകൊണ്ടടിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നാണ് പോലീസ് എഫ്ഐആർ. BNS 126(2), 115(2) വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. അല്ല, നിന്റെ ഒന്നിന് നമ്മ വരുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനു നമ്മളെ ഉപദ്രവിക്കുന്ന ലൈവിലായാലും വന്നിട്ട് ന്യൂസ് 18 കാസർഗോഡ്.
അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോറ അസറിയ എന്ന സ്ത്രീയുടെ തിരുവനന്തപുരത്തെ ആഡംബര വസതി റിയൽ എസ്റ്റേറ്റ് സംഘങ്ങൾ കുറേ നാളുകളായി നോട്ടമിട്ടതാണ്. എന്നാൽ ഇവരെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ജവഹർലാലിലെ കോടികൾ വിലമതിക്കുന്ന വീടും സ്ഥലവും വിൽക്കാൻ തയ്യാറായില്ല. ഈ അടുത്തിടെ ഡോറയുടെ മകളെന്ന് അവകാശപ്പെട്ട് മെറിൻ ജേക്കബ് എന്ന യുവതിയുടെ രംഗപ്രവേശം. ഡോറയുടെ രൂപസാദൃശ്യമുള്ള വട്ടപ്പാറ സ്വദേശിനി വസന്തയെ കണ്ടെത്തി വ്യാജ ആധാർ കാർഡും പ്രമാണവും മറ്റു രേഖകളും കൃത്രിമമായി നിർമ്മിച്ചു. പിന്നീട് വ്യാജ ബാങ്ക് അക്കൗണ്ടും തയ്യാറാക്കി സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുന്നു. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് വീടും വസ്തുവും വ്യാജരേഖ ഉപയോഗിച്ച് തട്ടിയെടുത്തത്. കേസിൽ വസന്തയും മെറിനും പുറമെ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് മ്യൂസിയം പോലീസ്. തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിനിയും അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയുമായ ഡോറ അസറിയ ക്രിപ്സിന്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര വസതിയും സ്ഥലവുമാണ് പ്രതികൾ വ്യാജരേഖകൾ ചമച്ച് കൈക്കലാക്കിയത്. ഡോറയുടെ പേരിലുള്ള വീട് ഇവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കഴിഞ്ഞ ജനുവരിയിൽ മെറിൻ ജേക്കബ് എന്ന പുനലൂർ സ്വദേശിനിക്ക് ഇഷ്ടദാനം നൽകിയതായി വ്യാജരേഖയുണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. ഡോറയുടെ വളർത്തുമകളാണ് മെറിൻ ജേക്കബ് എന്ന് വരുത്തി തീർത്താണ് വസ്തുവിന്റെ പ്രമാണം നടത്തിയത്. വ്യാജരേഖ നിർമ്മിച്ച് വസ്തു സ്വന്തം പേരിലാക്കിയ യുവതി തൊട്ടടുത്ത് തന്നെ ചന്ദ്രസേനൻ എന്നയാൾക്ക് 1.5 കോടി രൂപയ്ക്ക് വിലയാധാരം എഴുതി വിൽക്കുകയായിരുന്നു. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയായ ഡോറയോട് രൂപസാദൃശ്യമുള്ള വട്ടപ്പാറ മരുതൂർ സ്വദേശിനിയായ വസന്തയെ ഉപയോഗിച്ചാണ് വ്യാജ ആധാർ കാർഡും പ്രമാണവും മറ്റ് രേഖകളും തട്ടിപ്പ് സംഘം നിർമ്മിച്ചത്. ഭൂമിയുടെ രജിസ്ട്രേഷനുള്ള തുക ഡോറയുടെ പേരിൽ വ്യാജമായി തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചായിരുന്നു ഇടപാട്. ഡോറയുടെ നിർദ്ദേശപ്രകാരം വീടിന്റെ കരമടയ്ക്കാൻ സുഹൃത്ത് വില്ലേജ് ഓഫീസിൽ എത്തിയപ്പോഴാണ് ഭൂമിയുടെ കൈമാറ്റം നടന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് മ്യൂസിയം പോലീസിന് ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തവെയാണ് വ്യാജ പ്രമാണവും വ്യാജ ആധാർ കാർഡും കണ്ടെത്തിയത്. രജിസ്ട്രാർ ഓഫീസിലെ റെക്കോർഡ് വിശദമായി പരിശോധിച്ച് അതിലെ വിരലടയാളങ്ങൾ കേന്ദ്രീകരിച്ച് ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ പ്രതികളിലേക്ക് എത്തിയത്. സംഘം മറ്റേതെങ്കിലും ഭൂമി സമാനമായ തരത്തിൽ വ്യാജരേഖ നിർമ്മിച്ച് തട്ടിയെടുത്തിട്ടുണ്ടോ എന്നറിയാൻ അന്വേഷണം തുടരുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഉടൻ പിടിയിലാകുമെന്ന് മ്യൂസിയം പോലീസ് അറിയിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കെറ്റാമെലൂണിൻ്റെ തലവനായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ എന്നാണ് ലഹരി ഇടപാടുകൾ തുടങ്ങിയത്. ഡാർക്ക് നെറ്റിനൊപ്പം ഇയാളുടെ വിപണന കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? പ്രതിയെ വിശദമായി ചോദ്യം ചെയ്താൽ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് NCBയുടെ വിലയിരുത്തൽ. ഇതിനായി എഡിസനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നീക്കം. ഇയാൾ കൊച്ചിയിൽ ഉൾപ്പെടെ ഹോട്ടലുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടത്തിയതായി വിവരമുണ്ട്. പ്രതികളുമായി ലഹരി ഇടപാട് നടത്തിയവരൊക്കെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം പിടിയിലായ ദമ്പതികളുടെ ഇടുക്കി പാഞ്ചാലിമെട്ടിലെ റിസോർട്ടിൽ പോലീസ് പരിശോധന നടത്തി. വെബിലൂടെയുള്ള ലഹരി ഇടപാടിൽ അറസ്റ്റിലായ 4 പ്രതികളും പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കേന്ദ്രീകരിച്ചാണ് ലഹരി വിൽപ്പന ആസൂത്രണം ചെയ്തതെന്നാണ് കണ്ടെത്തൽ. വിതരണക്കാരായ 4 പേരെ കൂടി NCB ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിവരം. എഡിസന്റെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. എഡിസൺ ബാബുവിനായുള്ള കസ്റ്റഡി അപേക്ഷ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉടൻ നൽകും. ഇയാളിൽ നിന്നും കണ്ടെടുത്ത ലഹരിമരുന്നുകളുടെ രാസപരിശോധനാ ഫലം വൈകാതെ ലഭിക്കും. കേസിൽ പിടിയിലായ വാഗമൺ സ്വദേശി ഡിയോളിനെയും കസ്റ്റഡിയിൽ വാങ്ങും. പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമയായ ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവരെയും വിശദമായി ചോദ്യം ചെയ്യും. പുതിയ ഇടപാടുകാരെ കണ്ടെത്താൻ എഡിസനെ സഹായിച്ചത് ഇവരാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ക്രിപ്റ്റോ കറൻസിയാണ് എഡിസൺ പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിലും വിശ്വസ്തരായിട്ടുള്ള ഇടപാടുകാർക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും അനുവദിച്ചിരുന്നു.
പ്രതിയിൽ നിന്നും ലഹരി വാങ്ങിയവർക്കായി പരിശോധന തുടരുകയാണ്. രാജ്യത്ത് 10ഓളം ഇടങ്ങളിലാണ് കഴിഞ്ഞ 2 ദിവസമായി NCB സംഘം പരിശോധിക്കുന്നത്. ലഹരി വാങ്ങിയവരുടെ വീടുകളിലും പരിശോധന തുടരുകയാണ്. ചില സംസ്ഥാനങ്ങളിൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എഡിസന് കൂട്ടായി സഹപാഠിയായ മറ്റൊരു മൂവാറ്റുപുഴക്കാരൻ അരുൺ തോമസും പിടിയിലായതോടെയാണ് ലഹരി സംഘത്തിലെ കൂടുതൽ മലയാളി ബന്ധം പുറത്തുവന്നത്. ഇതിനു പിന്നാലെ ഇടുക്കി പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമകളായ ദമ്പതികളും അറസ്റ്റിലായി. 2023 കൊച്ചിയിൽ പിടികൂടിയ ലഹരി പാഴ്സലുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ദമ്പതികളുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. വ്യാജ മേൽവിലാസവും വിവരങ്ങളുമാണ് അന്ന് പാഴ്സൽ അയക്കാനായി നൽകിയതെങ്കിലും 1.5 വർഷത്തിനു ശേഷം അന്വേഷണം ഇവരിലേക്ക് എത്തി. 2019 മുതൽ എഡിസനും ഡിയോളും റെപ്ട്രക് എന്നറിയപ്പെടുന്ന കെറ്റമിൻ ഓസ്ട്രേലിയയിലേക്ക് അയക്കുന്നെന്നാണ് NCBയുടെ കണ്ടെത്തൽ. കെറ്റമലോൺ ഡാർക്ക്നെറ്റ് ലഹരി ശൃംഖലയുടെ ബുദ്ധികേന്ദ്രമായ എഡിസൺ ബാബുവിന്റെ ഒറ്റ സുഹൃത്താണ് ഡിയോൾ. ബിടെക്കിനടക്കം മൂവാറ്റുപുഴയിലെ കോളേജിൽ ഇവർ ഒരുമിച്ച് പഠിച്ചതായുള്ള സ്ഥിരീകരിക്കാത്ത വിവരവും പുറത്തുവരുന്നുണ്ട്. 2021 ഡിയോളും ഭാര്യ അഞ്ജലിയും പാഞ്ചാലിമേടെത്തുന്നത്. 2023 ഹോം സ്റ്റേ റിസോർട്ടാക്കി മാറ്റി. ഇടപാടുകൾക്കപ്പുറം ഇരുവരും ലഹരി ഉപയോഗിച്ചതായും NCB വ്യക്തമാക്കുന്നു. അതേസമയം ഡാർക്ക് വെബിലൂടെ എഡിസൺ സമ്പാദിച്ച കോടികൾ എവിടെയാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇവരുടെ കുടുംബാംഗങ്ങളുടെ പങ്ക് സംബന്ധിച്ചും അന്വേഷണം നടത്താനാണ് തീരുമാനം. ആഗോള ലഹരിമരുന്ന് ശൃംഖലകളെ പൂട്ടാൻ കേരളത്തിലെ കണ്ണികൾക്ക് പുറമെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലുമടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. താമരശ്ശേരിയിൽ സഹപാഠികൾ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ അങ്ങനെ മറക്കാൻ കഴിയുമോ? ഷഹബാസിൻ്റെ മാതാപിതാക്കളുടെ വേദന ഈ നാടിൻ്റെ നൊമ്പരമായിരുന്നു. സെൽവൻ നഗർ സ്വദേശി ആദിത്യ എന്ന +2 വിദ്യാർത്ഥി തമിഴ്നാട്ടുകാരുടെ ഉള്ളിലും നീറുന്ന നോവാണ്. ഈ റോഡിൽ വെച്ച് സഹപാഠികളാണ് 17കാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ക്ലാസ്സിലെ പെൺകുട്ടികളോട് സംസാരിച്ചതിനാണ് ആദിത്യയെ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആക്രമിച്ചത്. സംഭവത്തിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ റോഡിൽ +2 വിദ്യാർത്ഥിയായ 17കാരനെയാണ് സഹപാഠികൾ തല്ലിക്കൊന്നത്. സെൽവം നഗർ സ്വദേശി S ആദിത്യയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സഹപാഠികളായ 2 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. ബുധനാഴ്ചയായിരുന്നു സംഭവം. ക്ലാസ്സിലെ പെൺകുട്ടികളോട് ആദിത്യ സംസാരിക്കുന്നത് പ്രതികൾ എതിർത്തിരുന്നു. ഇത് മറികടന്ന് ആദിത്യ വിദ്യാർത്ഥിനികളോട് സംസാരിച്ചതാണ് മർദ്ദനത്തിലും കൊലപാതകത്തിലും കലാശിച്ചത്. സംഭവ ദിവസം രാവിലെ ആദിത്യയെ പിതാവ് സ്കൂളിന് മുന്നിൽ കൊണ്ടുവിട്ടിരുന്നു. എന്നാൽ കുട്ടി അന്ന് ക്ലാസ്സിലെത്തിയില്ല. വൈകിട്ടോടെയാണ് ഇയാളെ സ്കൂളിന് സമീപം റോഡിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ ഉടൻ തന്നെ ഈ റോഡ് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അറസ്റ്റിലായ പ്രതികളെ ജുവനൈൽ ഹോമിലേക്ക് അയച്ചു. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുക. തമിഴ്നാട്. ക്രിമിനൽ കേസ് പ്രതികൾ നാട്ടിലിറങ്ങി നടക്കുന്നത് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇതുപോലുള്ള അക്രമികൾ ആരെ ഉപദ്രവിക്കാനും മടിക്കില്ല. കൊല്ലം പുനലൂരിൽ പെൺകുട്ടിയെ പരസ്യമായി മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തത് കാപ്പ കേസ് പ്രതിയാണ്. വിവാഹ വാഗ്ദാനം നിരസിച്ചതിനാണ് പത്തനാപുരം സ്വദേശി മോനായി എന്നറിയപ്പെടുന്ന വിഷ്ണു കോളേജ് വിദ്യാർത്ഥിനിയെ ആക്രമിച്ചത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആംബുലൻസ് ഡ്രൈവറായ വിഷ്ണു പോക്സോ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. പുനലൂർ പൊതുയാടത്ത് വെച്ച് പെൺകുട്ടിയെ പരസ്യമായി അപമാനിച്ച കേസിലാണ് അറസ്റ്റ്. കാപ്പ കേസ് പ്രതിയായ പത്തനാപുരം പിറവന്തൂർ കറവൂർ സ്വദേശി മോനായി എന്ന വിഷ്ണുവാണ് അറസ്റ്റിലായത്. ജൂൺ 16 വൈകിട്ട് കുരിയോട്ടുമലയിലെ കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ക്ലാസ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഇരുചക്രവാഹനത്തിലെത്തിയ പ്രതി വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിച്ചത്. കോളേജിന്റെ മുന്നിൽ വെച്ച് മറ്റു വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ പ്രതി വിഷ്ണു
പെൺകുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ച് മുഖത്തടിച്ചു. തുടർന്ന് പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തതായി പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ വീടിന്റെ സമീപത്തായിരുന്നു വിഷ്ണു താമസിച്ചു വന്നിരുന്നത്. തന്നെ വിവാഹം കഴിക്കണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടപ്പോൾ പെൺകുട്ടി എതിർപ്പ് പ്രകടിപ്പിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. സംഭവശേഷം തമിഴ്നാട്ടിലേക്കും പിന്നീട് കർണാടകയിലേക്കും കടന്നുകളഞ്ഞ പ്രതി അവിടെ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. ഇയാൾ തിരികെ നാട്ടിലെത്തിയെന്ന് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ നിന്നും പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ വിഷ്ണുവിനെതിരെ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസും പീഡനക്കേസും നിലവിലുണ്ട്. കാപ്പ നിയമപ്രകാരം ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് പ്രതി വിഷ്ണു എന്ന് പോലീസ് പറഞ്ഞു. ആംബുലൻസ് ഡ്രൈവറായ വിഷ്ണു ആംബുലൻസിൽ കഞ്ചാവ് കടത്തിയതിനും കേസുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. റോഡിൽ വാഹനവുമായി ഇറങ്ങിയാൽ പ്രകോപിതരാക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ പൊതുനിരത്തിൽ വാഹനങ്ങൾ പെരുകിയപ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. സ്വാഭാവികമായും പലരും ഹോൺ മുഴക്കിയാകും യാത്ര ചെയ്യുക. ഇങ്ങനെ കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഹോൺ അടിച്ചത് ചോദ്യം ചെയ്തത് സംഘർഷത്തിലാണ് കലാശിച്ചത്. ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് സംഘത്തെ മർദ്ദിച്ച 5 അംഗ സംഘത്തിലെ ഒരാൾ അറസ്റ്റിലായി. ബേപ്പൂർ നടുവട്ടം സ്വദേശി അനുരാഗിനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. കോഴിക്കോട് മെഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തമുണ്ടായ മെയ് 18-നായിരുന്നു സംഭവം. തീപിടുത്തത്തെ തുടർന്ന് നഗരത്തിൽ വൻ ഗതാഗതക്കുരുക്കുണ്ടായി. പുതിയ പാലം സ്വദേശിയായ MP അനീസ് കുതിരവട്ടം പൊറ്റമ്മൽ റോഡ് വഴി വാഹനത്തിൽ വരുമ്പോൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. തുടർന്ന് വാഹനം അവിടെ വെച്ച് സുഹൃത്തിനൊപ്പം നഗരത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു വാഹനം തുടർച്ചയായി ഹോൺ മുഴക്കി സഞ്ചരിച്ചത് അനീസ് ഇടപെട്ട് നിർത്തിച്ചു. ഇതിനിടെ പിന്തുടർന്നെത്തിയ വാഹനം അനീസിനെ ഇടിച്ച് തെറുപ്പിക്കാൻ ശ്രമിച്ചു. വാഹനത്തിലുള്ള 5 അംഗ സംഘം ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു. തടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അടിയേറ്റ സുഹൃത്ത് മൻസൂറിന്റെ പല്ല് നഷ്ടമായി. പിന്നാലെ 4 പേർ ചേർന്ന് അനീസിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നു. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അക്രമികൾ സഞ്ചരിച്ച വാഹനം ഫറോക്ക് സ്വദേശിയിൽ നിന്ന് സംഘം വാടകയ്ക്കെടുത്തതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനുരാഗിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു 4 പേർക്കായി അന്വേഷണം തുടരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ നാളുകളോളം പക മനസ്സിലിട്ട് നടക്കുന്നവരുണ്ട്. തക്കം കിട്ടിയാൽ അവർ ആക്രമിക്കും. കൊല്ലം പുനലൂരിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത് ബന്ധുവിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്ന് ആരോപിച്ചാണ്. 3 മാസം മുൻപ് നടന്ന സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് രാജേഷ് എന്ന യുവാവിനെ മർദ്ദിച്ചത്. കേസിൽ പുനലൂർ പ്ലാച്ചേരി സ്വദേശി അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം പുനലൂരിലെ ഒരു പമ്പിൽ വെച്ചായിരുന്നു മർദ്ദനം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പുനലൂർ പ്ലാച്ചേരി അഖിൽ ഭവനിൽ 28 വയസ്സുള്ള അഖിലാണ് അറസ്റ്റിലായത്. പുനലൂരിലെ ഒരു പമ്പിൽ വെച്ചാണ് ഇയാൾ രാജേഷ് എന്ന യുവാവിനെ മർദ്ദിച്ചത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്.
മുൻപ് അഖിലിന്റെ ബന്ധുവിന്റെ ദൃശ്യങ്ങൾ രാജേഷ് മൊബൈൽ ഫോണിൽ പകർത്തി എന്നാരോപിച്ചായിരുന്നു മർദ്ദനത്തിൽ രാജേഷിന്റെ മുഖത്തും തലയ്ക്കും നെഞ്ചിലും സാരമായി പരിക്കേറ്റു. പുനലൂർ TB ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പ്രതി അഖിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരം കാട്ടാക്കട KSFE ബ്രാഞ്ചിലെ തട്ടിപ്പ് കേസാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. ഒരു യുവതിയുടെ പേരിൽ ലോൺ എടുക്കുന്നതിനായി മറ്റൊരാളുടെ പാസ്ബുക്ക് ഉപയോഗിച്ച് കൃത്രിമം നടത്തിയായിരുന്നു തട്ടിപ്പ്. കേസിൽ രണ്ടാം പ്രതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കള്ളിക്കാട് സ്വദേശി ശ്യാംരാജാണ് പിടിയിലായത്. ഇയാളുടെ കൂട്ടാളി വിഷ്ണുവിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. പിടിയിലായ കള്ളിക്കാട് മഞ്ചാടിമൂട് SL ഭവനിൽ ശ്യാംരാജ് കേസിൽ രണ്ടാം പ്രതിയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട KSFEയിലെ കളക്ഷൻ ഏജന്റ് അഭിജിത്തിനെ നേരത്തെ പിടികൂടിയിരുന്നു. ഒരു യുവതിയുടെ പേരിൽ ലോൺ എടുക്കുന്നതിനായി മറ്റൊരാളുടെ പാസ്ബുക്ക് ഉപയോഗിച്ച് കൃത്രിമം നടത്തുകയായിരുന്നു. വിഷ്ണു എന്നയാളുടെ പാസ്ബുക്ക് ഉപയോഗിച്ച ശേഷം ശ്യാംരാജാണ് വിഷ്ണു എന്ന പേരിൽ ഒപ്പിട്ടത്. യുവതിക്ക് ലഭിച്ച വായ്പാ തുക ഉടൻ തന്നെ അഭിജിത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവത്തിൽ യുവതിയെയും ചോദ്യം ചെയ്യുമെന്ന് കാട്ടാക്കട പോലീസ് അറിയിച്ചു. അഭിജിത്ത് കളക്ഷൻ എടുത്ത ശേഷം കൃത്യമായി അടയ്ക്കുന്നില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നെയ്യാർ ഡാം പോലീസ് കേസെടുത്തു. ഏതൊരു തൊഴിലാളിയുടെയും സ്ഥാപനത്തോടുള്ള കൂറാണ് ആ സംരംഭത്തിന്റെ വിജയം. അമിതമായി നൽകുന്ന സ്വാതന്ത്ര്യം മുതലെടുക്കുന്ന ജീവനക്കാരുണ്ട്. ഇത്തരക്കാർ CCTV ക്യാമറകളുടെ കണ്ണു വെട്ടിച്ച് പോലും തട്ടിപ്പ് നടത്തും. കൊല്ലം കരുനാഗപ്പള്ളിയിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് 90 ഗ്രാം സ്വർണവുമായാണ് ജീവനക്കാരൻ കടന്നുകളഞ്ഞത്. ഒടുവിൽ ബംഗാൾ സ്വദേശിയായ പ്രതിയും സഹായിയും പോലീസിന്റെ പിടിയിലായി. ബംഗാൾ സ്വദേശികളായ 29-കാരൻ ബിജയ് കൃഷ്ണബാല, സുഹൃത്ത് 52-കാരൻ സെയ്ദ് നെയ്മത്തുള്ള എന്നിവരാണ് പിടിയിലായത്. കരുനാഗപ്പള്ളി പോലീസിന്റെ അന്വേഷണത്തിലാണ് അതിവിദഗ്ധമായി പ്രതികളെ പിടികൂടിയത്. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിലെ ജീവനക്കാരനായിരുന്നു ബിജയ് കൃഷ്ണ. ആഭരണം നിർമ്മിക്കുന്നതിനായി സ്ഥാപനയുടമ നൽകിയ 150 ഗ്രാം സ്വർണത്തിൽ നിന്നും 90 ഗ്രാമോളം സ്വർണം ഇയാൾ മുറിച്ചെടുത്ത ശേഷം സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നു. സ്ഥാപനയുടമ നൽകിയ പരാതിയെ തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ചെടുത്ത സ്വർണവുമായി തൃശൂരിലെത്തിയ ബിജയ് കൃഷ്ണ ഇയാളുടെ സുഹൃത്തായ സെയ്ദ് നെയ്മത്തുള്ളയുടെ സഹായത്തോടെ സ്വർണം വിൽപ്പന നടത്തിയ ശേഷം മലപ്പുറം തിരൂരിലേക്ക് കടന്നു. കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തിരൂരിൽ നിന്നുമാണ് ബിജയ് കൃഷ്ണയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സ്വർണം വിൽക്കാൻ സഹായിയായി പ്രവർത്തിച്ച സെയ്ദ് നെയ്മത്തുള്ളയെപ്പറ്റി വിവരം ലഭിച്ചത്. ഇതോടെ തൃശൂരിലെത്തി ഇയാളെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജു വിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഗുണ്ടകളെയും ക്രിമിനൽ സംഘങ്ങളെയും പൂട്ടാൻ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. ഗുണ്ടകളോട് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ഗുണ്ട ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. രാത്രികാല പട്രോളിംഗ് ശക്തമാക്കാനും പ്രശ്നക്കാരുടെ വീടുകളിൽ പതിവായി സന്ദർശനം നടത്താനുമാണ് പദ്ധതി. ഇതുപോലുള്ള ആക്രമണങ്ങൾ ചെറുക്കാൻ
പോലീസിന്റെ കയ്യിലുള്ള പിസ്റ്റലുകൾ ഉപയോഗിക്കാൻ നിയമപരമായ തടസ്സമുണ്ടാകില്ലെന്നാണ് സൂചന. തൃശൂർ നല്ലങ്കരയിൽ കഴിഞ്ഞ മാസം 28-നാണ് ലഹരി പാർട്ടിക്കിടെയുണ്ടായ ഏറ്റുമുട്ടലിന് പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. ഒന്നിലേറെ പോലീസ് വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു. സഹോദരങ്ങളായ അൽത്താഫും അഹദും സംഘടിപ്പിച്ച ബർത്ത്ഡേ പാർട്ടിയെ തുടർന്നായിരുന്നു സംഭവങ്ങൾ. അൽത്താഫിന്റെ മാതാവ് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴായിരുന്നു ആക്രമണം. തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ഗുണ്ടാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ DGP റവാഡ ചന്ദ്രശേഖർ പുതിയ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുണ്ടകളോട് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP എച്ച് വെങ്കിടേഷിന്റെയും നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഇൻസിഡന്റ് റെസ്പോൺസ് പ്ലാൻ കൂടുതൽ കാര്യക്ഷമമാക്കും. ഗുണ്ടകൾ ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും നീക്കമുണ്ട്. റേഞ്ച് DIGമാരുടെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കും. റേഞ്ച് DIG S ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ഗുണ്ടകളെ നിരീക്ഷിക്കുന്ന മൂന്നാം കണ്ണുപോലെയാണ് പ്രവർത്തിക്കുന്നത്. പ്രശ്നക്കാരായ ആളുകളുടെ വീട്ടിൽ സ്ഥിരം സന്ദർശിക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത്. ഇത്തരത്തിൽ ജില്ലയിൽ 15 വീടുകൾ വരെ ദിവസവും കയറും. 3 ജില്ലകൾ ഉൾപ്പെട്ട റേഞ്ചിൽ 60 വീടുകൾ വരെ കയറി കാര്യങ്ങൾ നിരീക്ഷിക്കും. ദിവസവും ഗുണ്ടകളെയും സ്ഥിരം കുറ്റവാളികളെയും കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങും. ഗുണ്ടകളുടെ പ്രചാരണ സംവിധാനങ്ങൾ തകർക്കുന്നതിന്റെ ഭാഗമായി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും പോലീസ് സ്ഥിരമായി പരിശോധിക്കുന്നുണ്ട്. ഇതുവരെ 38 അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തു. കൗമാരക്കാർ ഗുണ്ടാ നേതാക്കളിൽ ആകൃഷ്ടരാകുന്നത് തടയാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. കുറ്റകൃത്യങ്ങളിൽ 19കാരനോ മറ്റോ അറസ്റ്റിലായാൽ അയാൾക്ക് പിന്തുണ നൽകുന്ന ഗുണ്ടയെ കൂടി ഗൂഢാലോചന കുറ്റം ചുമത്തി കേസിൽ ഉൾപ്പെടുത്തും. കാപ്പയുടെ ഭാഗമായ നാടുകടത്തൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ വീടുകളിലും പോലീസ് നിരന്തരമെത്തും. പലപ്പോഴും നാടുകടത്തിയവർ വീട്ടിൽ തന്നെ ഉണ്ടാകും. ഒരാൾ ഒരു കേസിൽ ഉൾപ്പെട്ടാൽ പഴയ കേസുകൾ മുഴുവൻ പരിശോധിക്കുമെന്നതാണ് മറ്റൊരു രീതി. ഇതിൽ ജാമ്യമെടുക്കാത്തതോ മറ്റോ ആയ കേസുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതോടെ പിന്നീട് ജാമ്യം കിട്ടാത്ത സ്ഥിതിയാകും. ഇത്തരക്കാരെ കാപ്പ ചുമത്താവുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യാനും പോലീസിന് പദ്ധതിയുണ്ട്. ന്യൂസ് 18 തൃശൂർ. എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുന്നവരാണ് പുരോഹിത സമൂഹം. ദൈവവുമായി കൂടുതൽ അടുപ്പമുള്ളവരായിട്ടാണ് നമ്മളൊക്കെ അവരെ കാണുന്നത്, അല്ലേ? ഒരു സാധാരണ വിശ്വാസി ചെറിയ വിഷമങ്ങളോ പ്രതിസന്ധിയോ ഉണ്ടായാൽ ആദ്യം ഓടിയെത്തുക ഇതുപോലുള്ള വൈദികരുടെയും സ്വാമിമാരുടെയും ഒക്കെ അടുത്താകും. ഇങ്ങനെ ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ഒറ്റപ്പെടലോ വിഷാദമോ ഉണ്ടായാൽ അവർക്കും ദൈവം താങ്ങാകേണ്ടതല്ലേ? എന്നാൽ കാസർഗോട്ടെ ഒരു വൈദികന്റെ മരണം വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം സങ്കടപ്പെടുത്തുന്നതാണ്. പോർക്കളത്തെ MCBS ആശ്രമത്തിലെ വൈദികനായ ഫാദർ ആന്റണി ഉള്ളാട്ടിലിനെയാണ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അമ്പലത്തറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമ്പലത്തറ 7-ാം മൈൽ പോർക്കളത്താണ് വൈദികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോർക്കളത്തെ SMBS ആശ്രമത്തിലെ അസിസ്റ്റന്റായ ജിൻ റോഷ് തോമസ് എന്ന ഫാദർ ആന്റണി ഉള്ളാട്ടിലാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. പള്ളി വകയായുള്ള കെട്ടിടത്തിന്റെ മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഴയ വീട്ടിലുണ്ടെന്ന കുറിപ്പെഴുതി വെച്ചായിരുന്നു ആത്മഹത്യ. അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ഇരിട്ടി എടൂർ സ്വദേശിയാണ് ഫാദർ ആന്റണി ഉള്ളാട്ടിൽ. അച്ഛനും അമ്മയും ഇളയ 2 സഹോദരന്മാരുമാണുള്ളത്. 1 വർഷമായി പോർക്കളം MCBS ആശ്രമത്തിൽ താമസിച്ചു വരുന്നു. ആശ്രമത്തിലെ മറ്റൊരു വൈദികൻ പുറത്തുപോയി രാത്രി വൈകിയാണ് തിരിച്ചെത്തിയത്. രാവിലെ കുർബാനയ്ക്ക് കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് കുറിപ്പ് കണ്ടെത്തിയത്.
വാടകയ്ക്ക് കൊടുത്ത വീട്ടിലാണെന്ന് എഴുതിയിരുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അമ്പലത്തറ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ